ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫംഗ്ഷനെ പറ്റിയാണ്. ഇതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ വീഡിയോ അതിനുവേണ്ടി മാത്രമായിട്ട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഫംഗ്ഷൻ്റെ പേരാണ് റെപ്റ്റ് ഫംഗ്ഷൻ. REPT ടൈപ്പ് ചെയ്തുതരാം. റെപ്റ്റ് ഫംഗ്ഷൻ. റെപ്റ്റ് എന്ന് വെച്ചാൽ റിപ്പീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് റെപ്റ്റ് ഫംഗ്ഷൻ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമുക്ക് 5 എന്നൊരു നമ്പർ കാണാം. ഈ നമ്പറിനെ നമുക്ക് തൊട്ടപ്പുറത്തെ കോളത്തിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ 10 തവണ റിപ്പീറ്റ് ചെയ്യിക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റെപ്റ്റ് ഫംഗ്ഷൻ. ഇപ്പം 5നെ മാത്രമല്ല, ഇപ്പം ന്യൂമറിക് മാത്രമല്ല, ക്യാരക്ടറിനെ റിപ്പീറ്റ് ചെയ്യാം, സിമ്പിൾസിനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഉള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷനാണ് റെപ്റ്റ് ഫംഗ്ഷൻ. സിമ്പിൾ ഫംഗ്ഷനാണ്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ആദ്യമേ ഞാനിവിടെ 5 എന്നുള്ള നമ്പറിനെ റെപ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. സിൻറ്റാക്സ് വെച്ചാൽ = REPT ബ്രാക്കറ്റ്. ഏത് സെല്ലിനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഈ 5 ഇരിക്കുന്ന സെല്ലാണ്. അപ്പോൾ ആ സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോമ കൊടുക്കുക. ഇവിടെ ഞാനൊരു 6 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 6 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 6 തവണ എന്നുള്ളത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതുണ്ടോ, 5 എന്നുള്ളത് 6 തവണ ഇവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇനി 10 അല്ലെ 12 തവണ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആ സംഖ്യ ഇവിടെ നമുക്ക് മാറ്റി കൊടുത്താൽ, ഈ 6 എന്നുള്ള മാറ്റി 12 കൊടുക്കാമെങ്കിൽ ഇവിടെ 12 തവണ 5 റിപ്പീറ്റ് ആയിട്ടുണ്ട്, കാണാമല്ലോ. അതുപോലെ നമുക്ക് സിമ്പിൾസ് നമുക്ക് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ സിമ്പിൾസ് അപ്പുറത്ത് കോപ്പി ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു സിമ്പിളാണ്, ചുറ്റി പോലിരിക്കുന്ന ചെറിയൊരു സിമ്പിളാണ്. ഇതിനെ സെയിം ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. REPT ബ്രാക്കറ്റ്, എന്നിട്ട് ആ സിമ്പിൾ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക, പിന്നെ കോമ ഇടുക. എത്ര തവണയാണ്? 5 തവണ. 5 തവണയെങ്കിൽ 5 എൻ്റർ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. കണ്ടോ, ആ സിമ്പിൾ ഇവിടെ 5 തവണ റിപ്പീറ്റായി. ഇതിന് ഇനി ഒരു 15 തവണയാണ് വേണമെങ്കിൽ 5 എന്നുള്ള മാറ്റിയിട്ട് 15 ടൈപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടല്ലേ, അത് ആ സിമ്പിൾ 15 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട്സും പ്രസൻറ്റേഷനും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് ഗ്രാഫിക്കലി നമുക്ക് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പലപ്പോഴായിട്ടും ഇതിൻ്റെ മാത്രമായിട്ട് യൂസ് ചെയ്യത്തില്ല, പലതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു ടൂളായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ ട്യൂട്ടോറിയൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ. ഓക്കെ, ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.